ബാബറി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് ശേഷം മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ NS മാധവൻ എഴുതിയ പ്രസിദ്ധമായൊരു കഥയുണ്ട്, തിരുത്ത് എന്ന്. ആ കഥയിൽ ബാബറി മസ്ജിദ് തകർത്തു എന്നത് വെട്ടിത്തിരുത്തി തർക്കമന്ദിരമെന്നാക്കി മാറ്റുന്നതാണ് ഒരു പത്രാധിപർ. ഇവിടെ ഇപ്പോൾ ആ കഥയെ അനുസ്മരിപ്പിക്കുന്ന നിലയിൽ, NS മാധവൻ്റെ കഥയെ അനുസ്മരിപ്പിക്കുന്ന നിലയിൽ ഇപ്പോൾ ബാബറി മസ്ജിദ് എന്ന് തിരുത്തി 3 മിനാരങ്ങളുള്ള ഒരു കെട്ടിടം, ഒരു നിർമ്മിതി എന്നാക്കി കേന്ദ്ര സർക്കാർ മാറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് അവർ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളെയും ന്യായീകരിച്ചത് ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ. പ്രത്യേകിച്ചൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ സീറ്റ് കുറഞ്ഞു, ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടെങ്കിലും സംഘപരിവാർ അവരുടെ തീവ്ര വർഗീയ അജണ്ടകളിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തെളിയിക്കുന്ന ഒന്നാണിത്. ഇതെല്ലാവർക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ്. സംഘപരിവാറിനെതിരായിട്ടുള്ള അവർ വിദ്യാഭ്യാസത്തെ, പാഠപുസ്തകങ്ങളെ, അതുപോലെ ഭരണകൂടത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളെയും വർഗീയവൽക്കരിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരായ പോരാട്ടം ശക്തിയായി ഇനിയും തുടരേണ്ടതുണ്ട് എന്നതാണ് ഇത് കാണിക്കുന്നത്. ഒരു കാര്യം കൂടെ, CPIയുടെ മുതിർന്ന നേതാവ് K. ഇസ്മയിൽ ഇന്നിപ്പോൾ ചില മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടായ തോൽവിക്ക് കാരണം മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ധാർഷ്ട്യമാണ് എന്നുള്ള ജില്ലാ കൗൺസിലിൻ്റെ ഒരു വിലയിരുത്തൽ അദ്ദേഹം എൻഡോഴ്സ് ചെയ്യുന്നുണ്ട്. തിരുത്തലുകൾ അനിവാര്യമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതെല്ലാം ഇപ്പോൾ LDFൻ്റെ മുതിർന്ന നേതാക്കൾ സംസാരിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണല്ലോ. എല്ലാ ദിവസവും ഇത് തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രിയും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷുമെല്ലാം ഇക്കാര്യങ്ങൾ സംബന്ധിച്ചുള്ള നിലപാട് പറഞ്ഞു. പാർട്ടിയും LDF ഒക്കെ ഇത് വിശദമായിട്ട് ചർച്ച ചെയ്യുകയുമാണ്.